വിവാദ വിഷയങ്ങളിൽ അന്വേഷണം പ്രഖ്യാപിച്ച് കണ്ണൂർ സർവകലാശാല. മുൻ വി.സി. ഗോപിനാഥ് രവീന്ദ്രന്റെ വാടക വീട് മോടി പിടിപ്പിച്ചതും ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലാണ് അന്വേഷണം. പ്രിൻസിപ്പളായുള്ള ഡോക്ടർ അബ്ദുൾ ജലീലിന്റെ നിയമനത്തിനും അംഗീകാരം നൽകി. പുനഃസംഘടിപ്പിച്ച സിൻഡിക്കേറ്റിന്റെ ആദ്യ യോഗത്തിലാണ് തീരുമാനം. മുൻ വൈസ് ചാൻസലർ ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രന്റെ കണ്ണൂരിലെ വാടക വീട് സർവകലാശാല ഫണ്ട് ഉപയോഗിച്ച് നവീകരിച്ചതിനെതിരെ നേരത്തെ തന്നെ KSU ഉൾപ്പെടെയുള്ള സംഘടനകൾ പ്രതിഷേധം അറിയിച്ചിരുന്നു. ഇതിലാണ് കണ്ണൂർ സർവകലാശാലയുടെ ആദ്യ സിൻഡിക്കേറ്റ് തന്നെ അന്വേഷണം പ്രഖ്യാപിച്ചത്. ചട്ടം ലംഘിച്ചാണ് ഗോപിനാഥ് രവീന്ദ്രൻ വൈസ് ചാൻസലർ സ്ഥാനത്ത് തുടർന്നതെന്നും അദ്ദേഹത്തിന്റെ ശമ്പളം തിരിച്ചുപിടിക്കണം എന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങളും നേരത്തെ KSU ഉന്നയിച്ചിരുന്നു. ഈ വിഷയങ്ങളടക്കം വീണ്ടും സിൻഡിക്കേറ്റ് പരിശോധിക്കും. താവക്കര ആസ്ഥാനത്തെ ഫോക്ലോർ സെന്ററിൽ നിന്ന് പുരാവസ്തുക്കൾ നീക്കിയതിലും അന്വേഷണം നടത്താൻ സിൻഡിക്കേറ്റ് തീരുമാനിച്ചിട്ടുണ്ട്. ഗവർണറാണ് ഫോക്ലോർ സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. ഉദ്ഘാടനം കഴിഞ്ഞതോടെ ഇവിടെ നിന്നും പുരാവസ്തുക്കളെല്ലാം നീക്കി എന്നായിരുന്നു പരാതി. മാർക്ക് രേഖപ്പെടുത്തുന്ന സോഫ്റ്റ്വെയറായ KRIPുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പഠിക്കാൻ ഉപസമിതിയെയും നിയോഗിച്ചു. പരീക്ഷയുടെ ചാർജുള്ള സിൻഡിക്കേറ്റ് ഉപസമിതിയാണ് ഇത് അന്വേഷിക്കുക. പാറാൽ അറബിക് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ അബ്ദുൾ ജലീലിന്റെ നിയമനം അംഗീകരിക്കാനും സിൻഡിക്കേറ്റ് തീരുമാനിച്ചു. ഡോക്ടർ അബ്ദുൾ ജലീലിനെ കഴിഞ്ഞ ദിവസം പ്രിൻസിപ്പൽ മണ്ഡലം വിഭാഗത്തിൽ നിന്നും സിൻഡിക്കേറ്റ് അംഗമായി തെരഞ്ഞെടുത്തിരുന്നു. എന്നാൽ നിയമനത്തിന് അംഗീകാരമില്ലാത്തതിനാൽ ഇത് പിൻവലിക്കേണ്ടി വന്നു. സർവകലാശാല പ്രിൻസിപ്പൽ നിയമനം അംഗീകരിച്ച സാഹചര്യത്തിൽ ഡോക്ടർ അബ്ദുൾ ജലീലിനെ വീണ്ടും സിൻഡിക്കേറ്റ് അംഗമാക്കാനും കഴിയും. ഇത് സംബന്ധിച്ച ഉത്തരവ് ഉടൻ ഉണ്ടാകുമെന്നാണ് അറിയുന്നത്. പരീക്ഷാ കൺട്രോൾ പോസ്റ്റ് നോട്ടിഫൈ ചെയ്യാനും സിൻഡിക്കേറ്റ് തീരുമാനിച്ചു. അഡ്വക്കേറ്റ് S. മുഹമ്മദ്, ഡോക്ടർ പ്രേമചന്ദ്രൻ കീഴോത്ത്, ഡോക്ടർ ഔസുപ്പച്ചൻ, ഡോക്ടർ NK ദീപക്, ഡോക്ടർ RK ബിജു, ഫർഹാൻ മുണ്ടേരി, ഡോക്ടർ ഷിനോ P. ജോസ്, ഡോക്ടർ പ്രജിത P., ഡോക്ടർ ഷബീർ അലി, രജിത S. എന്നീ സിൻഡിക്കേറ്റ് അംഗങ്ങൾ യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.